പിന്നീട് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ മോഷണം നടന്ന വീട്ടിൽ നിന്ന് കാണാതായ ഒരു പെൺകുട്ടി ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു. അതിൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു എന്നൊരു വിവരം. അത് കേരളത്തിലുമല്ല, കേരളത്തിന് പുറത്തൊരു കൊലപാതകം നടന്നിരിക്കുന്നതൊക്കെ എന്തൊക്കെയോ ദുരൂഹതകൾ മണക്കുന്ന ഒരു കൊലപാതകവും മോഷണവും ഒക്കെയാണല്ലോ കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതൊരു ഭീകരമായ ഒരു മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. കല്യാട്ട ഗൾഫുകാരനായ സുഭാഷിൻ്റെ ഭാര്യ ദർശിതയെ സുഹൃത്ത് കൊലപ്പെടുത്തിയത് ആസൂത്രിതമായിട്ട് ആണെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ചാർജർ പൊട്ടിത്തെറിച്ചുള്ള അപകടമാക്കി മാറ്റാൻ ശ്രമിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. അതായത് മൊബൈൽ ചാർജ് ചെയ്തുകൊണ്ട് മൊബൈലിൽ സംസാരിച്ചപ്പോൾ അത് പൊട്ടിത്തെറിച്ച് മുഖം ഭീകരമായി വികൃതമായി എന്നാണ് അയാൾ പറയുന്നത്. പക്ഷേ അത് സത്യമല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഇരിക്കൂർ കല്യാട്ട സുഭാഷിൻ്റെ അമ്മ സുമലതയുടെ വീട്ടിൽ നിന്ന് 30 പവൻ സ്വർണ്ണാഭരണങ്ങളും 4 ലക്ഷം രൂപയും കാണാതായത്. പിന്നാലെ മരുമകൾ ദർശിതയെയും കാണാതായിരുന്നു. ഞായറാഴ്ചയാണ് ഇവരെ കർണാടകയിലുള്ള സാലിഗ്രാമിലെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് കർണാടക പെരിയപട്ടണം സ്വദേശി സിദ്ധരാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിക്രൂരമായിട്ടാണ് 22-കാരൻ സിദ്ധരാജു ദർശിതയെ കൊലപ്പെടുത്തിയെന്നാണ് പുറത്തുവന്ന വിവരം. മൊബൈൽ ചാർജറിൽ ഘടിപ്പിച്ച ഡിറ്റനേറ്റർ വായിൽ കെട്ടിവെച്ച് പൊട്ടിച്ചാണ് ഇയാൾ കൊലപാതകം നടത്തിയത്. ചാർജർ പൊട്ടിത്തെറിച്ചുള്ള അപകടമായി കൊലപാതകത്തെ മാറ്റാനായിരുന്നു ശ്രമം. ഏറെ നാളായി സൗഹൃദം പുലർത്തിയിരുന്ന ഇരുവരും തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു. ഇത്തരത്തിൽ കടം വാങ്ങിയ പണം തിരിച്ചു ചോദിച്ചതും ഭർത്താവിനൊപ്പം ദർശിത വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചതുമാണ് സിദ്ധരാജുവിനെ പ്രകോപിപ്പിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. മോഷണ ദിവസമായിരുന്നു ദർശിതയും മകളും വീട് പൂട്ടി കർണാടകയിലെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. പിന്നീട് മകളെ മാതാപിതാക്കളെ ഏൽപ്പിച്ച് ദർശിത സാലിഗ്രാമിലെ സിദ്ധരാജു എടുത്തിരുന്ന ലോഡ്ജിലേക്ക് എത്തുകയായിരുന്നു. അപ്പോൾ ഇരുവരും തമ്മിൽ അവിടെ വെച്ച് തർക്കങ്ങളുണ്ടായി. ഹാർഡ്വെയർ ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന സിദ്ധരാജു അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് കൊലപാതകം നടത്തിയതെന്നാണ് കർണാടക പോലീസ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ദർശിതയുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് കാണാതായ 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയും കണ്ടെത്തിയിട്ടില്ല ഇതുവരെയും. കർണാടക സാലി ഗ്രാമത്തിലെ ലോഡ്ജിലാണ് ദർശിത ഇന്നലെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മോഷണത്തിന് പിന്നിൽ മരുമകളായ ദർശിതയാണെന്നാണ് പോലീസ് നിഗമനം. ഇവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ദർശിതയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സ്വർണവും പണവും ദർശിത എടുത്തത്. പണം വീതം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ നടന്നിട്ടുണ്ടാകാം കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് പറയുന്നത്. വീതം വയ്ക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇത്തരത്തിൽ ഇരുവരും തമ്മിലുള്ള ഈ പകയ്ക്ക് കാരണമായതെന്നാണ് പറയുന്നത്. കസ്റ്റഡിയിലെടുത്ത സിദ്ധരാജിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. മോഷണ ശ്രമത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം കാണാതായ സ്വർണവും പണവും സംബന്ധിച്ച് ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. അത് അവിടെ വെച്ചൊന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം പണമാണെങ്കിലും എങ്ങോട്ടെങ്കിലും മാറ്റിയെന്ന് പറയാം, സ്വർണം പോലും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മരുമകൾ സ്വർണവും പണവുമായി കടന്നു കളയുമെന്നൊന്നും കരുതിയിരുന്നില്ലെന്ന് ഈ ഭർത്താവിൻ്റെ അമ്മ പറയുന്നു. 4 ലക്ഷം രൂപയും 30 പവൻ സ്വർണവുമാണ് മോഷണം പോയത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് മോഷണം പോയ വിവരം തന്നെ അറിയുന്നത്. വീട് പൂട്ടിപ്പോയത് ദർശിതയാണ്. തിരിച്ചു വന്ന അമ്മായിയമ്മ മുറിയുടെ താക്കോൽ കാണാതെ അന്വേഷിച്ചപ്പോഴാണ് പണവും സ്വർണവും മോഷണം പോയതായി അറിയുന്നത്. അപ്പോൾ തന്നെ ദർശിതയെ വിളിച്ചെന്നും 2-3 തവണ വിളിച്ചപ്പോൾ ഫോൺ എടുത്തെന്നും 2 ദിവസം കഴിഞ്ഞ് വരാമെന്നും പറഞ്ഞു. ദർശിത ഫോൺ എടുത്തപ്പോൾ മറ്റാരോടോ സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നുവെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു. പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് ഒരു പുരുഷനായിരുന്നുവെന്നും അപ്പു എന്ന് പറയുന്ന പോലെ തോന്നിയെന്നും വീട്ടുകാർ പറയുന്നു. ഈ കുടുംബത്തിന് സിദ്ധരാജുവിനെ കുറിച്ച് യാതൊരു വിവരങ്ങളും അറിയില്ല. ദർശിതയുടെ സംസ്കാരം കർണാടകയിലാകും നടക്കുക. ഇയാളെ ഇരിക്കൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും ഇവിടുത്തെ ബാക്കി നടപടികൾ ചെയ്യുക. ഹാർഡ്വെയർ ഷോപ്പിലെ ജീവനക്കാരനായ സിദ്ധരാജു കർണാടക പെരിയപട്ടണം സ്വദേശിയാണ്. ഇയാളുമായിട്ട് എങ്ങനെയാണ് ഈ ദർശിതയ്ക്ക് ബന്ധമുണ്ടായതെന്നുള്ളത് അറിയില്ല. കർണാടകക്കാരിയാണ്, ഹൊൻസൂർ സ്വദേശിയാണ് ദർശിത. പക്ഷേ ഇവർ തമ്മിലുണ്ടായ പ്രണയം ഏത് തരത്തിലുണ്ടായത് എന്നത് പോലീസ് അന്വേഷിക്കുകയാണ്. കാരണം ഇവൾ ഭർത്താവുമായി പ്രണയമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ പോലീസ്. പ്രണയമാണെന്ന് പറഞ്ഞിട്ടില്ല, ഇരുവരും സുഹൃത്തുക്കളാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ മാത്രമല്ല ഈ മോഷണം നടത്തിയത് ഇവരാണെന്ന് തെളിഞ്ഞിട്ടുമില്ല. ഇല്ല, ഇത് തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടുമില്ലല്ലോ. സ്വാഭാവികമായി ഈ സ്വർണവും പണവും ഒന്നും കണ്ടെത്തിയിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മകളെ വീട്ടിൽ നിർത്തിയ ശേഷമാണ് സാലിഗ്രാമത്തിലെ ലോഡ്ജിലേക്ക് ദർശിത ഇയാളോടൊപ്പം പോകുന്നത്. അപ്പം ഇതിനു മുമ്പ് പലതവണ സിദ്ധരാജു ദർശിതയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട്. ഇവർ തമ്മിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നെന്നും പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. നൽകിയ പണം തിരികെ വേണമെന്ന് ദർശിത ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നുണ്ടായ തർക്കമാണ് കൊലയിൽ അവസാനിച്ചത്. അപ്പോൾ ഇയാളെ വിളിച്ച് നല്ല രീതിയിൽ ചോദ്യം ചെയ്താൽ ഇത് തുമ്പ് കിട്ടും. കാരണം ഇതിനകത്ത് ഈ സ്വർണവും 30 പവൻ സ്വർണവും ഒക്കെ തുകയും ഒക്കെ എവിടെ പോയെന്നുള്ളത് കണ്ടെത്താൻ കഴിയും. ക്വാറികളിൽ പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഡിറ്റനേറ്റർ ദർശിതയുടെ വായിൽ തിരികെ വൈദ്യുതിയുമായി ബന്ധപ്പെടുത്തി പൊട്ടിച്ചാണ് സിദ്ധരാജു ദർശിതയെ കൊലപ്പെടുത്തിയത്. തല പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. അതിന് പറഞ്ഞത് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നതിനിടയിൽ മൊബൈലിലേക്ക് കോൾ വന്നു. അത് ചാർജർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിലാണ് ഇത്തരത്തിൽ തല തകർന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്.
ഇപ്പോൾ ഇരിക്കൂർ ഉള്ള സ്ഥലത്ത് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇവിടുത്തെ പോലീസ് ഇത് കണ്ടെത്തേണ്ടത്, പിന്നെ കർണാടകയിലേക്ക് ഇവിടുന്ന് പോലീസ് സംഘം പോയി അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, കൊല്ലപ്പെട്ട രീതി, അവരുടെ തല തകർന്ന നിലയിലുള്ള കൊല്ലപ്പെട്ട രീതി, അതോടൊപ്പം തന്നെ ഇതിൽ എന്താണ് ഇത്രയും പകയ്ക്കുള്ള കാരണം, മറ്റ് ഈ സ്വർണവും പണവും എവിടേക്ക് പോയി, അല്ലെങ്കിൽ ഇവർ തമ്മിൽ പ്രണയമായിരുന്നോ, അല്ലെങ്കിൽ തർക്കം ഏത് തരത്തിലാണ്, പണം വീതം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടാണോ തർക്കം നടന്നത്, അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയെക്കുറിച്ച് അമ്മായിയമ്മ പറയുന്ന ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം ഉള്ളതായി തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ പണവും സ്വർണവും ഇങ്ങനെ മോഷ്ടിക്കുമെന്നുള്ള യാതൊരു സൂചനകളും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല വിളിച്ചപ്പോഴും 2 ദിവസത്തിനുള്ളിൽ മടങ്ങി വരാമെന്ന് വളരെ സൗഹാർദ്ദപരമായ ഒരു മറുപടിയാണ് ലഭിച്ചതെന്നുമാണ് പറയുന്നത്. അവരവരുടെ കുട്ടിയും കൂട്ടിയിട്ട് ഹുൻസൂറിലുള്ള വീട്ടിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. അത് കർണാടകക്കാരിയാണ്. അപ്പോൾ അങ്ങ് വീട്ടിലേക്ക് പോയി എന്നുള്ളതാണ് അവർ പറഞ്ഞത്, അതായത് ഈ അമ്മായിയമ്മയോട് പറഞ്ഞിരിക്കുന്നത്. അവിടെ മോഷണം നടന്ന ഈ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പല ആളുകളും ചെയ്യുന്നതന്നെ കൂട്ടിയിട്ട് താക്കോല് വീടിന്റെ മുന്നിൽ നേരെ ചവിട്ടിയുടെ താഴെ വെക്കും. ഈ ചവിട്ടിയുടെ താഴെ നിന്ന് താക്കോൽ എടുത്തിട്ടാണ് ഈ മോഷണം നടത്തിയിട്ടുള്ളത്. അവിടെ വീട് കുത്തിപ്പൊളിച്ചതായിട്ടോ ഒന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ പിന്നീട് ഇവരെ കാണാതായപ്പോഴാണ് ഈ വിളിച്ചു ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ വീട്ടിലേക്ക് പോയി 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ തുറന്നു. പിന്നെയാണ് ഈ മോഷണം നടന്ന കാര്യങ്ങളൊക്കെ ഇവർ അറിയുന്നത്. അതിനുശേഷം വിളിച്ചപ്പോൾ മറ്റൊരു പുരുഷനാണ് ഫോൺ എടുത്തത്. പക്ഷെ ഇപ്പോഴും ഈ മോഷണം മുതൽ തൊണ്ടി മുതൽ എന്ന് പറയുന്ന സാധനം എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഈ കൊലപാതകം വേറെയും മോഷണ കേസ് വേറെയും രണ്ടായിട്ടാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഇരിക്കൂറിലുള്ള ഇരിക്കൂർ സ്വദേശികളാണ്, കർണാടക ഹൊൻസൂറിലാണ് ഈ ക്രൈം നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 സ്ഥലവും കേന്ദ്രീകരിച്ചും പോലീസ് തമ്മിലും ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. കേസ് ഇപ്പോൾ അവിടെയാണ്, കർണാടകയിലാണ്. അപ്പോൾ തന്നെ ഇവിടെ നിന്ന് മോഷണ കേസിനുള്ള കേസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ യോജിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പോലീസുകാർ തമ്മിലുള്ള ആ ഒരു ആശയവിനിമയത്തിലൂടെ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത കണ്ടെത്താൻ കഴിയൂ. കാരണം അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള പോലീസ് സംഘം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും 30 പവനും സ്വർണവും എവിടെ എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നു. അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുമാത്രമല്ല, ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കാണാതായ സ്വർണവും പണവും സംബന്ധിച്ചുള്ള ദുരൂഹത തുടരുകയാണ്. അപ്പോൾ മരുമകൾ സ്വർണവും പണവുമായി കടന്നു കളയാനുള്ള സാധ്യത ഇല്ലെന്നാണ് ഈ അമ്മായിയമ്മ പറയുന്നത്. കാരണം അത്തരത്തിലുള്ളൊരു കുട്ടി ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വീട് പൂട്ടിപ്പോയത് ദർശിതയാണ്. തിരിച്ചു വന്ന അമ്മായിയമ്മ മുറിയുടെ താക്കോൽ കാണാതെ അന്വേഷിച്ചപ്പോഴാണ് ഈ പണവും സ്വർണം മോഷണം പോയതായി അറിയുന്നതും പിന്നെ അവരെ വിളിക്കുന്നതും. വിളിച്ചപ്പോൾ സ്വന്തം വീട്ടിലേക്ക്, ഹൊൻസൂറിലുള്ള വീട്ടിലേക്ക് പോയി. മകളെ അവിടെ നിർത്തിയിട്ടാണ് പോയത്, മകളെ കൊണ്ടുപോയില്ല. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ മടങ്ങി വരാം എന്ന രീതിയിലാണ് പറഞ്ഞത്. 2 ദിവസം ഈ സ്വർണ്ണവും പണവും പോയതിനു ശേഷം പിറ്റേ ദിവസം വിളിച്ചപ്പോഴാണ് മറ്റൊരാൾ, ഒരു പുരുഷൻ സംസാരിക്കുക, അപ്പു എന്നുള്ള പേര് പറയുകയൊക്കെ ചെയ്തത്. ഏതായാലും ഇതിൻ്റെ ദുരൂഹതകൾ തുടരുകയാണ്. അന്വേഷണത്തിലൂടെ മാത്രമേ സത്യം പുറത്തു വരികയുള്ളൂ.